Artistic congratulations, Anjali. You have secured All India rank 463 in UPSC CAC 2021. So you have become an inspiration for many aspirants. So how was this journey? ഈ ഒരു ജേർണി അതെങ്ങനെ ഉണ്ടായിരുന്നു? അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇറ്റ്സ് എ ലോങ് ജേർണി ആയിരുന്നു, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫ്രൂട്ട്ഫുൾ ആണ്. ഇത്രയും തവണ കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു ഗ്രോത്ത് സ്റ്റോറി ഭയങ്കര വലുതാണ്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി വൈസ് നമുക്കൊരു വലിയ ഗ്രോത്ത് ഉണ്ട്. പിന്നെ ഇപ്പം അതിന് ആ ഒരു റിവാർഡ് എന്ന രീതിയിൽ ഇത് കിട്ടുകയും കൂടി ചെയ്തപ്പോൾ അത്രയും സന്തോഷം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒന്നോ രണ്ടോ തവണ എഴുതി കിട്ടിയില്ലെങ്കിൽ ഗിവ് അപ്പ് ചെയ്യുന്ന ഒരുപാട് ആസ്പിറൻസ് ഉണ്ട് നമുക്കിടയിൽ. ഈ എക്സാമിനേഷൻ ഒരുപാട് പെർസിവറൻസും പേഷ്യൻസും ഒക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ പലപ്പോഴും ആസ്പിറൻസിന് ചുറ്റുമുള്ള സോഷ്യൽ വൈബ്സ് ഡിസ്കറേജിങ് ആയിരിക്കും. ഒന്നോ രണ്ടോ തവണ എഴുതി കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ 3 തവണ എഴുതി കിട്ടിയില്ലെങ്കിൽ ഒരുപാട് പേര് കിട്ടിയതിനെ കുറിച്ച് ആലോചിക്കുന്നു. അവരോട് എന്താണ് അഞ്ജലിക്ക് പറയാനുള്ളത്? ശരിക്കും ഉള്ള പാഷൻ, ആ ഫയർ ഇൻ ദ ബെല്ലി, അത് കെട്ടുപോകാതെ നോക്കുക എന്നുള്ളതാണ്. ചുറ്റും ഉള്ളവർ 2 ടൈപ്പ് ഉണ്ടാവും. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അവരുടെ അടുത്ത് കൂടുതൽ കേൾക്കുക. അല്ലാതെ ഇപ്പം എന്തിനും കുറ്റം കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതിലുപരിയായി നമ്മുടെ ഉള്ളിലെ ഫയർ കെടാതെ ഈ ഒരു സ്റ്റേജ്, കാരണം ഇതിൽ ഒരുപാട് ഒരു ചാൻസിന്റെ ഒരു ഫാക്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും 9 പേപ്പറിൽ 1 മാർക്കായിരിക്കും ചിലപ്പോൾ പോകുന്ന എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഒരു 1/2 മാർക്ക് കൊണ്ടായിരിക്കും ക്ലബ് ചെയ്ത് ഒരു 2 മാർക്ക് പോകുന്നത്. അപ്പം ആ ഒരു ചാൻസിന്റെ എലിമെന്റ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ജോലിയും അങ്ങനെ പെർസീവറൻസ് വേണ്ടതാണ്. അപ്പം അതിനെ കണ്ടുകൊണ്ട് അവസാനം വരെ നിൽക്കുന്നവർക്കേ ആ ഫ്രൂട്ട് ഉള്ളൂ. മെയിൻസിൽ എന്തായിരുന്നു അഞ്ജലിയുടെ സ്ട്രാറ്റജി? മെയിൻസ് ഇൻ ടേംസ് ഓഫ് GS 1, 2, 3, 4 പ്ലസ് ഓപ്ഷണൽ, വാട്ട് യു തിങ്ക്? മെയിൻസിന്റെ GS പേപ്പേഴ്സിന്റെ ഓപ്ഷണലിന്റെയും കട്ട് ഓഫ് ക്രോസ് ചെയ്യാൻ അഞ്ജലിനെ സഹായിച്ച ഒരു എലമെന്റ് എന്തായിരുന്നു? ഓപ്ഷണൽ കീ ആണ്, കാരണം ഒരു 500 മാർക്കിന്റെ ആണ്. അപ്പൊ അതൊരു ഗെയിം ചേഞ്ചർ ആണ്. അത് നമ്മുടെ സ്ട്രെങ്ത് ആയിരിക്കണം, അത് പക്കയാക്കണം. പിന്നെ അതല്ലാതെ GSനകത്ത് ഇപ്പം എനിക്ക് essay പേഴ്സണലി സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടൊരു പേപ്പറാണ്. അപ്പം അത് അതുപോലെ ലോ ആവാതെ കൊണ്ടുപോകാൻ നോക്കുക. അത് കൂടാതെ ഇപ്പം എത്തിക്സ് ഒക്കെ പലരും ഓവർലുക്ക് ചെയ്യുന്ന ഒരു പേപ്പറാണ്, പക്ഷെ അത് സ്കോർ ചെയ്യാൻ പറ്റും. കുഞ്ഞ് എക്സാമ്പിൾസും കറന്റ് റിലവൻസ് ഉള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ എത്തിക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതല്ലാതെ ഡയഗ്രാംസ് ഒക്കെ GSലേക്ക് ആഡ് ചെയ്യുന്നതും പോയിന്റ് ബൂസ്റ്റർ ആയിട്ട് ഫീൽ ചെയ്യും. അഞ്ജലി, ഇനിയിപ്പം ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ പ്രിലിംസ് 2022ലേക്ക്. സോ ഇനിയുള്ള ദിവസങ്ങൾ ഇവരെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഇവർക്ക് കൊടുക്കാൻ അഞ്ജലി ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? നമ്മുടെ 10% എഫേർട്ട് ഇതിൽ ഇടുക. റിവാർഡിനെ പറ്റി ഇപ്പം ബോധേഡ് ആകണ്ട, നമ്മൾ ആ ഒരു പ്രോസസ് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. അപ്പം കോൺഫിഡന്റ് ആയിട്ട് പോവുക. ആ ഒരു 2 hours നമ്മുടെ ഫുൾ മൈൻഡ് ക്ലിയർ ആക്കി അത് കൊടുക്കുക. Thank you so much, Anjali. Wishing you all the best and all the blessings for your future endeavors and for your civil service future. Thank you so much.